എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും വൊക്കാസ്പീഡിയയുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ ഈ പങ്ക്തിയുടെ പേര് ബ്രിഡ്ജിംഗ് PYQ എന്നാണ്. അതായത് വരാൻ പോകുന്ന ഡിഗ്രി പ്രിലിംസ് പരീക്ഷയെ മുൻനിർത്തി UPSC ഗ്രേഡ് ചോദ്യങ്ങളും അതുപോലെ തന്നെ മറ്റ് സംസ്ഥാന PSCയുടെ ക്വസ്റ്റ്യൻസും നമ്മുടെ സിലബസുമായിട്ട് ഓവർലാപ്പ് ചെയ്ത് വരുന്നത് നമ്മൾ സോൾവ് ചെയ്യുന്ന ഒരു പങ്ക്തിയാണിത്. അപ്പോൾ ഇതിൻ്റെ ആദ്യത്തെ ഫസ്റ്റ് വീഡിയോയിൽ നമ്മൾ എന്തുകൊണ്ടാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ലെൻഡർ ഓഫ് ലാസ്റ്റ് റിസോർട്ട് എന്നുള്ള ക്വസ്റ്റ്യൻ സോൾവ് ചെയ്തിരുന്നു. ഇന്ന് നമ്മൾ എക്കണോമിക്സിൽ നിന്ന് തന്നെ, എക്കണോമിക്സിന് നമുക്കറിയാം 5 മാർക്കിൻ്റെ വെയിറ്റേജ് ആണ് നമുക്കുള്ളത്. അപ്പോൾ അതിൽ 1 മാർക്ക് ഉറപ്പായിട്ടും ബഡ്ജറ്റ് ആൻഡ് പബ്ലിക് ഫിനാൻസ് എന്നുള്ള ചാപ്റ്ററിൽ നിന്നാണ് വരുന്നത്. അപ്പോൾ ബഡ്ജറ്റിങ്ങിൽ നിന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഇപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കാണുന്നത്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാൻ പറ്റുമെന്നുള്ള ആൾക്കാർ ഒന്ന് നിങ്ങൾ വീഡിയോ ഒന്ന് പോസ് ചെയ്ത് സോൾവ് ചെയ്യാൻ ശ്രമിക്കുക. അതിനുശേഷം എൻ്റെ എക്സ്പ്ലനേഷൻ നിങ്ങൾ കേൾക്കുക. ഓക്കെ, അപ്പോൾ ഈ ചോദ്യം ബഡ്ജറ്റ് കമ്പോണൻസിൽ റെസിപ്സുമായിട്ട് ബന്ധപ്പെട്ട്, വരവുമായിട്ട് ബന്ധപ്പെട്ടൊരു ചോദ്യമാണ്. നമുക്കറിയാം ബഡ്ജറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? വരവും ചെലവുമാണ് അല്ലേ? അപ്പോൾ ബഡ്ജറ്റ് കമ്പോണൻസ് നമ്മൾ പ്ലോട്ട് ചെയ്തിട്ടുണ്ട്. ബഡ്ജറ്റ് കമ്പോണൻസ് എങ്ങനെ പ്ലോട്ട് ചെയ്യുന്നത്? വരവ് ചെലവ്, ഓക്കെ, അല്ലെങ്കിൽ റെസിപ്സ് എക്സ്പെൻഡിച്ചർ. അതുപോലെ തന്നെ ഇവിടെ എന്ത് വരും? റവന്യൂ ക്യാപിറ്റൽ. ഇതിനെ കമ്പൈൻ ചെയ്യുമ്പോൾ റവന്യൂ റെസിപ്സ്, ക്യാപിറ്റൽ റെസിപ്സ്, റവന്യൂ എക്സ്പെൻഡിച്ചർ, ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ. നിങ്ങൾ ഈ ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചു നോക്കേ. ഈ ക്വസ്റ്റ്യൻ സ്ട്രിക്ട്ലി എന്തിനെക്കുറിച്ചാണ് ചോദിച്ചിരിക്കുന്നത്? ഇത് അതിൻ്റെ ഓപ്ഷൻസ് അല്ലെങ്കിൽ അതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ്സ് വായിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാൻ പറ്റും. ക്യാപിറ്റൽ റെസിപ്റ്റ്സ് ക്രിയേറ്റ് എ ലയബിലിറ്റി, ബോറോയിങ്സ് ആൻഡ് ഡിസ്ഇൻവെസ്റ്റ്മെൻറ്റ്സ് ആർ ക്യാപിറ്റൽ റെസിപ്റ്റ്സ്, ഇൻട്രസ്റ്റ് റിസീവ്ഡ് ഓൺ ലോൺസ് ക്രിയേറ്റ് എ ലയബിലിറ്റി. അതായത് റെസിപ്റ്റുമായിട്ട് ബന്ധപ്പെട്ട് എന്താണ് റവന്യൂ റെസിപ്റ്റ്, എന്താണ് ക്യാപിറ്റൽ റെസിപ്റ്റ് എന്നുള്ള ആ കോൺസെപ്റ്റ് നിങ്ങൾക്ക് അറിയാമോ എന്നുള്ളതാണ് ഈ ക്വസ്റ്റ്യനിലൂടെ പരീക്ഷിക്കുന്ന അല്ലെങ്കിൽ പരിശോധിക്കപ്പെടുന്നത്. അപ്പോൾ നമുക്കറിയാം റെസിപ്റ്റ് സൈഡുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യമാണ്. ഔട്ട് ആൻഡ് ഔട്ട് ഇത് റെസിപ്റ്റ്സുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യമാണ്. റെസിപ്റ്റ് സൈഡിൽ എന്തൊക്കെയുണ്ട്? റവന്യൂ റെസിപ്റ്റ്സും ഉണ്ട്, അതുപോലെ തന്നെ ക്യാപിറ്റൽ റെസിപ്റ്റ്സും ഉണ്ട്. നമ്മൾ ശരിക്കും റവന്യൂ റെസിപ്റ്റ്സിൻ്റെ 2 കണ്ടീഷൻസ് പഠിക്കും. ഏതൊക്കെയാണ് 2 കണ്ടീഷൻസ്? ഇപ്പോൾ റെസിപ്റ്റ് എന്ന് പറഞ്ഞാൽ വരവ്, ആർക്കാണോ പണം കിട്ടുന്നത്. ഇപ്പം കേന്ദ്ര ബഡ്ജറ്റ് ആണെങ്കിൽ കേന്ദ്ര ഗവൺമെൻറ് ആണ് ഇവിടെ റെസിപ്റ്റൻറ്റ്. അപ്പോൾ റെസിപ്റ്റ് കിട്ടുന്നത് കേന്ദ്ര ഗവൺമെൻറ്റാണ്. അപ്പോൾ എന്താണ് ഒരു റവന്യൂ റെസിപ്റ്റിൻ്റെ 2 എസെൻഷ്യൽ കണ്ടീഷൻ? ഒന്ന്, ആ റെസിപ്റ്റ് ലയബിലിറ്റി ആകാൻ പാടില്ല. അതുപോലെ തന്നെ ആ റെസിപ്റ്റ് കാരണം അസറ്റ് ലോസ് ഉണ്ടാകാനും പാടില്ല. അപ്പോൾ നോ ലയബിലിറ്റി, നോ അസറ്റ് ലോസ്. ഈ 2 കണ്ടീഷൻസും പാലിക്കുകയാണ് എങ്കിൽ നിങ്ങൾക്കൊരു റെസിപ്റ്റിനെ എന്തെന്ന് വിളിക്കാം? റവന്യൂ റെസിപ്റ്റ് എന്ന് വിളിക്കാം. അപ്പോൾ ക്യാപിറ്റൽ റെസിപ്റ്റിൻ്റെ കണ്ടീഷൻ എന്താണ്? ഒരു കണ്ടീഷനും ഇല്ല. മീൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ റവന്യൂ റെസിപ്റ്റ് അല്ലാത്തതെല്ലാം എന്താണ്? ക്യാപിറ്റൽ റെസിപ്റ്റ് ആണ്. അതായത് ഈ കണ്ടീഷൻസിൽ ഏതെങ്കിലും ഒന്ന് ഫെയിൽ ആയി കഴിഞ്ഞാൽ ആ ഫെയിൽ ആയ കാരണം കൊണ്ട് അത് എന്തായി മാറും? ക്യാപിറ്റൽ റെസിപ്റ്റ് ആയിട്ട് മാറും. അതുകൊണ്ട് ക്യാപിറ്റൽ റെസിപ്റ്റിനായിട്ട് നമ്മൾ കണ്ടീഷൻസ് ഒന്നും പഠിക്കേണ്ട. റവന്യൂ റെസിപ്റ്റ്സിൻ്റെ കണ്ടീഷൻ പഠിച്ച ശേഷം അത് പരാജയപ്പെടുകയാണ് എങ്കിൽ, ആ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല എങ്കിൽ ആ വന്ന തുക, ആ റെസിപ്റ്റായിട്ട് കിട്ടിയ തുക എന്താണ്? ക്യാപിറ്റൽ റെസിപ്റ്റ് ആണ്. അപ്പോൾ നമുക്ക് നോക്കാം, ഓരോ സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് നോക്കാം. അപ്പോൾ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് നോക്കേ. ക്യാപിറ്റൽ റെസിപ്റ്റ് എന്താണെന്നാണ് ഇവിടെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. ക്യാപിറ്റൽ റെസിപ്റ്റ്സ് ക്രിയേറ്റ് എ ലയബിലിറ്റി അല്ലെങ്കിൽ കോസ് എ റിഡക്ഷൻ ഇൻ ദ അസറ്റ്സ്. ശരിയല്ലേ ഈ സ്റ്റേറ്റ്മെൻറ്റ്? കാരണം റവന്യൂ റെസിപ്റ്റിൻ്റെ കണ്ടീഷൻ എന്താണ്? നോ ലയബിലിറ്റി, നോ അസറ്റ് ലോസ്. ഓക്കെ, അപ്പോൾ നിങ്ങളൊന്ന് ചിന്തിച്ചേ. നോ ലയബിലിറ്റി ആയിരിക്കണം, 2 കണ്ടീഷനും ഒരേപോലെ പാലിക്കണം. നോ ലയബിലിറ്റി, നോ അസറ്റ് ലോസും. ഇത് ഒരേപോലെ പാലിച്ചാലേ റവന്യൂ റെസിപ്റ്റ് ആവത്തുള്ളൂ. അപ്പോൾ ലയബിലിറ്റി ഉണ്ടായാലോ? ലയബിലിറ്റി ഉണ്ടായാൽ അത് ക്യാപിറ്റൽ റെസിപ്റ്റ് ആവും. അപ്പോൾ ക്യാപിറ്റൽ റെസിപ്റ്റ്സ് ക്രിയേറ്റ് എ ലയബിലിറ്റി എന്നുള്ള പോർഷൻ ശരിയല്ലേ? ആണ്. ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റിലെ ആ ഫസ്റ്റ് പോർഷൻ ശരിയാണ്. ഇനി ആ ഓറിന് ശേഷം എന്താ പറയുന്നത്? അല്ലെങ്കിൽ കോസ് എ റിഡക്ഷൻ ഇൻ ദ അസറ്റ്സ്. നോ അസറ്റ് ലോസ് ആണെങ്കിലാണെന്ത്? റവന്യൂ റെസിപ്റ്റ്. നോ ലയബിലിറ്റിയും നോ അസറ്റ് ലോസും ആണെങ്കിലാണെന്ത്? റവന്യൂ റെസിപ്റ്റ്. ഇനിയിപ്പോൾ ലയബിലിറ്റി ഇല്ലെന്ന് കരുതുക, ആസ്തി നഷ്ടപ്പെട്ടാലും അതെന്താവാം? ക്യാപിറ്റൽ റെസിപ്റ്റ് ആവാം. അപ്പം കോസ് എ റിഡക്ഷൻ ഇൻ ദ അസറ്റ്സ് ഓഫ് ദ ഗവൺമെൻറ് എന്ന് പറഞ്ഞാലും എന്താണ്? ക്യാപിറ്റൽ റെസിപ്റ്റ് ആണ്. അപ്പോൾ ക്യാപിറ്റൽ റെസിപ്റ്റ് ഉണ്ടാവുന്നത് എങ്ങനെയാണ്? ഒന്നുകിൽ ബാധ്യതയായി തീരുക, കിട്ടിയ പണം ബാധ്യതയായിട്ട് തീരുക. എന്താണ് ബാധ്യത എന്ന് വെച്ച് കഴിഞ്ഞാൽ? തിരിച്ചു കൊടുക്കേണ്ടി വരിക, പലിശ കൊടുക്കേണ്ടി വരിക, മറ്റൊരാൾ വന്ന് ക്ലെയിം ഉന്നയിക്കുക, ഇതൊക്കെയാണ് ബാധ്യത. അപ്പോൾ അത്തരത്തിൽ ഒരു ലയബിലിറ്റി ആണെങ്കിൽ ക്യാപിറ്റൽ റെസിപ്റ്റ് ആണ്. ഇനി അതല്ല, ലയബിലിറ്റി ഇല്ലാതെ തന്നെ ചിന്തിക്കുക, പക്ഷേ ആസ്തി നഷ്ടപ്പെട്ടു, ഗവൺമെൻറ്റിൻ്റെ അസറ്റ് നഷ്ടപ്പെട്ടു, ഗവൺമെൻറ് എന്തെങ്കിലും വിറ്റ് കിട്ടിയ പൈസയാണ്, അങ്ങനെയാണെങ്കിലും എന്താണ്? ക്യാപിറ്റൽ റെസിപ്റ്റ് ആണ്. അപ്പോൾ ഇവിടെ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് എന്താണ്? ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണ്. ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണ് എങ്കിൽ ഔട്ട് ഓഫ് ദ ഓപ്ഷൻ നമുക്ക് എന്ത് എലിമിനേറ്റ് ചെയ്യാം? ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഇല്ലാത്ത ഓപ്ഷൻ എലിമിനേറ്റ് ചെയ്യാം. അപ്പോൾ ഏത് എലിമിനേറ്റ് ചെയ്യാം? ഓപ്ഷൻ ബി എലിമിനേറ്റ് ചെയ്യാം. ഇവിടെ എന്ത് ചെയ്യാം? ഓപ്ഷൻ ബി എലിമിനേറ്റ് ചെയ്യാം. ഇനി സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് നോക്കേ. സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് നോക്കൂ.
ബോറോയിങ്സ് ആൻഡ് ഡിസ്ഇൻവെസ്റ്റ്മെന്റ് ആർ ക്യാപിറ്റൽ റെസിപ്റ്റ്. ഡേ ബോറോ ചെയ്ത് കിട്ടുന്ന തുക, കേന്ദ്ര ബഡ്ജറ്റിൽ കേന്ദ്ര ഗവൺമെന്റ് കടം വാങ്ങുന്ന തുക തിരിച്ചു കൊടുക്കണ്ടേ, പലിശ കൊടുക്കണ്ടേ? നാളെ ഒരാൾ ആ തുകയുടെ മേൽ ക്ലെയിം ഉന്നയിക്കത്തില്ലേ? അപ്പോൾ ബോറോയിങ് എന്താണ്? ക്യാപിറ്റൽ റെസിപ്റ്റ് ആണ്. ഇനി ഡിസ്ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താ? കേന്ദ്ര ഗവൺമെന്റ് കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ ഓഹരി വിറ്റ് പൈസയാക്കുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഡിസ്ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത്. അത്തരത്തിൽ കേന്ദ്ര ഗവൺമെന്റ് പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ ഓഹരി വിറ്റ് കിട്ടുന്ന പൈസയിൽ ലയബിലിറ്റി ഇല്ല, കാരണം തിരിച്ചു കൊടുക്കണ്ട, പലിശ കൊടുക്കണ്ട. പക്ഷേ ഇന്നലെ വരെ കേന്ദ്ര ഗവൺമെന്റിന്റെ ആയിരുന്ന ഒരു പൊതുമേഖലാ സ്ഥാപനം സ്വകാര്യവൽക്കരിക്കുമ്പോൾ, അതിന്റെ ആസ്തി വിൽക്കുമ്പോൾ അവിടെ എന്ത് നഷ്ടപ്പെടുകയാണ്? ഗവൺമെന്റിന് അസറ്റ് നഷ്ടപ്പെടുകയാണ്. ദർ ഇസ് എ റിഡക്ഷൻ ഇൻ ദ അസറ്റ്സ്, അല്ലേ, ഓഫ് ദ ഗവൺമെന്റ്, സെൻട്രൽ ഗവൺമെന്റ്. അപ്പം ഡിസ്ഇൻവെസ്റ്റ്മെന്റ് എന്ത് തന്നെയാണ്? ക്യാപിറ്റൽ റെസിപ്റ്റ് ആണ്. അപ്പൊ സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് എന്താണ്? ശരിയാണ്. ബോറോയിങ്സും ഡിസ്ഇൻവെസ്റ്റ്മെന്റും എന്താണ്? ബോറോയിങ്സും ഡിസ്ഇൻവെസ്റ്റ്മെന്റും ക്യാപിറ്റൽ റെസിപ്റ്റ് ആണ്. ബോറോയിങ്സും ഡിസ്ഇൻവെസ്റ്റ്മെന്റും ക്യാപിറ്റൽ റെസിപ്റ്റ് ആണ് എങ്കിൽ സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് ശരിയാണെങ്കിൽ ഏത് ഓപ്ഷൻ എലിമിനേറ്റ് ചെയ്യാം? സി എലിമിനേറ്റ് ചെയ്യാം. ഇനി നമ്മുടെ ആൻസർ ഒന്നുകിൽ എ അല്ലെങ്കിൽ ഡി, എല്ലാം ശരി. അത് എന്തിനെ ആശ്രയിച്ചിരിക്കുന്നു? തേർഡ് സ്റ്റേറ്റ്മെന്റിനെ ആശ്രയിച്ചിരിക്കുന്നു. തേർഡ് സ്റ്റേറ്റ്മെന്റ് എന്താ പറഞ്ഞേക്കുന്നത്? ഇൻട്രസ്റ്റ് റിസീവ്ഡ് ഓൺ ലോൺസ് ക്രിയേറ്റ്സ് എ ലയബിലിറ്റി ഓഫ് ദ ഗവൺമെന്റ് എന്നാ പറഞ്ഞിരിക്കുന്നത്. ഇപ്പൊ കേന്ദ്ര ഗവൺമെന്റിനെ സംബന്ധിച്ച് ചിന്തിക്കുക. കേന്ദ്ര ഗവൺമെന്റ് സംസ്ഥാന ഗവൺമെന്റുകൾക്ക് ലോൺ കൊടുക്കുന്നുണ്ട്. അതിനെപ്പറ്റിയാ പറയുന്നത്. ആ ലോണിന് അഗെയിൻസ്റ്റ് ആയിട്ട് ഇങ്ങോട്ട് കേന്ദ്ര ഗവൺമെന്റ് എന്ത് കിട്ടും? ഇൻട്രസ്റ്റ് കിട്ടും. ഇൻട്രസ്റ്റ് റിസീവ്ഡാ പറഞ്ഞേക്കുന്നത്. അപ്പൊ കേന്ദ്ര ഗവൺമെന്റിന് കിട്ടുന്ന പലിശ എന്ന് പറഞ്ഞാൽ റെസിപ്റ്റ് ആണല്ലോ. ആ റെസിപ്റ്റ് നിങ്ങളൊന്ന് ചിന്തിച്ചേ. കേന്ദ്രം, ഇമാജിൻ, സെൻട്രൽ ഗവൺമെന്റ് കേരളത്തിന് 1,000 കോടി അല്ലെങ്കിൽ 100 കോടി രൂപ വായ്പയായിട്ട് നൽകിയെന്ന് കരുതുക. 100 കോടി രൂപ വായ്പയായിട്ട് നൽകിയെന്ന് കരുതുക. ഈ 100 കോടി രൂപയിൽ നിന്ന് മുതലും പലിശയായിട്ട് എല്ലാ വർഷവും എത്രയാണ്? ഒരു 10 വർഷത്തേക്കാണെന്നുണ്ടെങ്കിൽ ഒരു 13 കോടി രൂപ കേന്ദ്രത്തിന് കിട്ടുമെന്ന് കരുതുക. ഓക്കെ, അപ്പം വർഷത്തിൽ 3 കോടി രൂപ എന്താണ് അതിൽ വരുന്നത്? വർഷത്തിൽ 3 കോടി രൂപ, അല്ലെങ്കിൽ ഇമാജിൻ ഒരു 3 കോടി രൂപ അതിൽ ഇൻട്രസ്റ്റ് ആണ്. ആ ഇൻട്രസ്റ്റ് ആയിട്ട് കിട്ടുന്ന 3 കോടി രൂപ എന്ന് പറയുന്നത് കേന്ദ്രത്തെ സംബന്ധിച്ചിടത്തോളം ഒരു ലയബിലിറ്റി ആണോ? ആ കിട്ടിയ പലിശയായിട്ട് കിട്ടിയ തുക ആർക്കെങ്കിലും തിരിച്ചു കൊടുക്കണോ? അതിന് അങ്ങോട്ട് പലിശ കൊടുക്കണോ? നാളെ ആരെങ്കിലും വന്ന് ആ പലിശ തുകയിൽ ക്ലെയിം ഉന്നയിക്കുമോ? ഇല്ല. അപ്പം ലയബിലിറ്റി ഇല്ല. അപ്പോൾ ഫസ്റ്റ് കണ്ടീഷൻ സാറ്റിസ്ഫൈഡ് ആണ്. എന്തില്ല? ലയബിലിറ്റി ഇല്ല. ഇനി രണ്ടാമത്തെ കണ്ടീഷൻ എന്താണ്? ആസ്തി വല്ലതും നഷ്ടപ്പെട്ടോ? ഇവിടെ ആസ്തി എന്താണ്? ഇവിടെ ആ ലോണാണ് ആസ്തി. കേന്ദ്ര ഗവൺമെന്റ് സംസ്ഥാന ഗവൺമെന്റായ കേരളത്തിന് കൊടുത്തിരിക്കുന്ന ലോൺ എന്താണ്? ഒരു ഫിനാൻഷ്യൽ അസറ്റാണ്. ആ ആസ്തി ഇവിടെ നഷ്ടപ്പെടുന്നുണ്ടോ? ഇല്ല. എന്തുകൊണ്ട് നഷ്ടപ്പെടുന്നില്ല? ആ ലോൺ അവിടെ നിൽക്കുന്നതുകൊണ്ടാണ് അതിൽ നിന്ന് എന്തിങ്ങോട്ട് കിട്ടുന്നത്? അതിൽ നിന്ന് ഇങ്ങോട്ട് ഇൻട്രസ്റ്റ് കിട്ടുന്നത്. അപ്പോൾ ഫിനാൻഷ്യൽ അസറ്റ് അവിടെ നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് സെക്കൻഡ് കണ്ടീഷനും, നോ ലയബിലിറ്റി എന്നുള്ള കണ്ടീഷനും നോ അസറ്റ് ലോസ് എന്നുള്ള കണ്ടീഷനും ഇവിടെ സാറ്റിസ്ഫൈഡ് ആണ്. രണ്ട് കണ്ടീഷൻസും സാറ്റിസ്ഫൈഡ് ആണ് എങ്കിൽ ഇൻട്രസ്റ്റ് റിസീവ്ഡ് ഓൺ ലോൺസ് എന്തല്ല? അത് ക്യാപിറ്റൽ റെസിപ്റ്റ് അല്ല. അതെന്താണ്? അതൊരു പക്ക റവന്യൂ റെസിപ്റ്റ് ആണ്. ഓക്കെ, ഒന്നുകൂടെ ഞാൻ പറയാം. കേന്ദ്ര ഗവൺമെന്റ് സംസ്ഥാന ഗവൺമെന്റിന് ഒരു തുക വായ്പയായിട്ട് കൊടുക്കുന്നു എന്ന് കരുതുക. ആ വായ്പയെ ചൊല്ലി ആ സംസ്ഥാന ഗവൺമെന്റ് കേന്ദ്രത്തിന് അടയ്ക്കുന്ന പലിശയെ പറ്റിയാണ് മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റിൽ ചോദ്യം വന്ന. മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് അതിനെ പറ്റിയാണ്. ആ കിട്ടുന്ന പലിശ തുക എന്താണെന്നാ ചോദ്യം. അത് എന്ത് തരം റെസിപ്റ്റ് ആണെന്നാ ചോദ്യം. അത് റവന്യൂ റെസിപ്റ്റ് ആണോ ക്യാപിറ്റൽ റെസിപ്റ്റ് ആണോ? റവന്യൂ റെസിപ്റ്റിന്റെ രണ്ട് കണ്ടീഷൻസ് അവിടെ സാറ്റിസ്ഫൈഡ് ആകുന്നുണ്ടോ നോക്കൂ. ആ കിട്ടിയ പലിശ തുക തിരിച്ചു കൊടുക്കണോ? വേണ്ട. അതിന് അങ്ങോട്ട് പലിശ കൊടുക്കണോ? വേണ്ട. അതിന് ആരെങ്കിലും വന്ന് നാളെ ക്ലെയിം അവകാശവാദം ഉന്നയിക്കുമോ? ഇല്ല. അപ്പോൾ ഫസ്റ്റ് കണ്ടീഷൻ സാറ്റിസ്ഫൈഡ് ആണ്. എന്തില്ല? ലയബിലിറ്റി ഇല്ല. രണ്ടാമത്തെ കണ്ടീഷൻ എന്താണ്? ആസ്തി വല്ലതും നഷ്ടപ്പെട്ടോ? ഇല്ല. ആസ്തിയായിട്ട് ആ വായ്പ അവിടെ നിൽക്കുന്നുണ്ട്. ആ ഫിനാൻഷ്യൽ അസറ്റ് ആയിട്ടുള്ള ലോൺ അവിടെ നിൽക്കുന്നുണ്ട്. ആ ലോൺ പൂർണ്ണമായും തിരിച്ചു പിടിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ആ ലോണിനെ ചൊല്ലി കേന്ദ്രത്തിന് കിട്ടുന്ന പലിശ വരുമാനം എന്താണ്? ഇൻട്രസ്റ്റ് റിസീവ്ഡ് എന്ന് പറഞ്ഞാൽ പലിശ വരുമാനം എന്താണ്? റവന്യൂ റെസിപ്റ്റ് അല്ല, ക്യാപിറ്റൽ റെസിപ്റ്റ് അല്ല. പിന്നെ എന്താണ്? റവന്യൂ റെസിപ്റ്റ് ആണ്. അതുകൊണ്ട് അതെന്തല്ല? അതൊരു ലയബിലിറ്റി അല്ല. അപ്പൊ തേർഡ് സ്റ്റേറ്റ്മെന്റ് ഇവിടെ തെറ്റല്ലേ? തേർഡ് സ്റ്റേറ്റ്മെന്റ് തെറ്റാണെങ്കിൽ നമുക്ക് ഏത് ഓപ്ഷൻ എലിമിനേറ്റ് ചെയ്യാം? നമുക്ക് ഈ പറയുന്നത് പോലെ ഡി എലിമിനേറ്റ് ചെയ്യാം. നമ്മുടെ ആൻസർ ഏത് വരും? നമ്മുടെ ആൻസർ ഓപ്ഷൻ എ 1 and 2 ഓൺലി. ഓക്കെ, അപ്പോൾ ഇത് ഞാൻ സൂചിപ്പിച്ച പോലെ തന്നെ നിങ്ങളുടെ കേരള PSC നടത്തുന്ന ഡിഗ്രി പ്രിലിംസ് എക്സാമിനെ മുൻനിർത്തിക്കൊണ്ടുള്ള ഒരു ബ്രിഡ്ജിങ് PYQ എന്നുള്ള സീരീസ് ആണ്. കാരണം മുൻ വർഷങ്ങളിൽ UPSC ഗ്രേഡ് ചോദ്യങ്ങളും മറ്റ് സംസ്ഥാന PSC ഗ്രേഡ് ചോദ്യങ്ങളും ഡിഗ്രി പ്രിലിംസിനും മെയിൻസിനും ഉപയോഗിച്ചിട്ടുണ്ട് കേരള PSC. സോ അതിലേക്ക് നിങ്ങളെ എന്താ പറയണ്ടേ, ഒന്ന് പരിചയപ്പെടുത്തുന്നതിനും അതുമായിട്ട് നിങ്ങളെ അത്തരം ചോദ്യങ്ങൾ നിങ്ങളെ പ്രാക്ടീസ് ചെയ്യിക്കുന്നതിനും നിങ്ങൾ പഠിച്ച കൺസെപ്റ്റുകൾ ഇതുമായിട്ടൊന്ന് അലൈൻ ചെയ്യുന്നതിന് വേണ്ടിയാണ് ഇത്തരത്തിലൊരു പ്രോഗ്രാം നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. തുടർന്ന് നിങ്ങൾ കാണുക. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം.